ഞാൻ പറഞ്ഞ വീട്. ഇത്രയും വലിയ വീടോ? എടോ എനിക്ക് ഒറ്റക്ക് താമസിക്കാനോ? താൻ 5000 രൂപയുടെ വീടുണ്ടെന്ന് പറഞ്ഞല്ലേ? എടോ ആ വീട് തന്നെയാണ് ഈ വീട്. ഈ വീടാ? ഇത്രയും വലിയ വീടാ? എടോ ഇതിന്റെ ഓണർ അങ്ങ് ഓസ്ട്രേലിയയിലാ. അയാൾ എല്ലാ വർഷവും ഡിസംബർ 31 വരും, ജനുവരി 1 തിരിച്ചു പോകും. ഈ വീടൊന്ന് വൃത്തിയായിട്ടിരിക്കണം, ആ ഒരൊറ്റ കണ്ടീഷൻ അങ്ങേരിക്കുള്ളൂ. വാടകയൊന്നും പ്രശ്നമല്ല, വേണമെങ്കിൽ ഇനിയും കുറയും. പക്ഷെ അഡ്വാൻസ് 50,000 അത് മസ്റ്റാ. അതാ ഞാൻ തന്റെ അടുത്തത് ആദ്യം വാങ്ങിച്ചത്. എന്നാലും ഞാൻ ഇത്രയും വലിയ വീട്ടിലെങ്ങനെ ഒറ്റക്ക് താമസിക്കണത്? എടോ ഒറ്റയ്ക്കല്ലല്ലോ, പിന്നെ അത് ഈ ചുറ്റുവട്ടത്തൊക്കെ ആൾക്കാരുണ്ട്. അത് പറഞ്ഞ ഒരു കാര്യം ചെയ്, താക്കൊരു പിടി, പേടിക്കണ്ട. അല്ല താൻ വരുന്നില്ലേ? എനിക്കിതുപോലെ വേറെ 2 ഡീലിംഗ് ഉണ്ട്. ചേട്ടാ ഈ കാറൊക്കെ ആരുടെ? എടോ അതൊക്കെ ആ ഓണറിന്റെ, അയാൾ വരും ഉപയോഗിക്കും പോവും, കാര്യമൊക്കെ ഉണ്ടാ. സാറേ, സാറ് പോലീസാണല്ലേ? മഫ്തിയിലാണ്. അല്ല തനിക്ക് എങ്ങനെ അറിയത്? ഒരുപാട് പേരെ കണ്ട അനുഭവമുള്ളതാണ് സാറേ. സാറ് ചെല്ല്. എടോ KCB പോയാ? ഫാനൊക്കെ ഓണാക്കിട്ടേ. പുതിയ ആള് വന്നു. നിങ്ങളൊക്കെ ആരാണ് ശരിക്കും? ഞങ്ങളെ വീട്ടിൽ താമസിക്കണവരും. ഈ വീട്ടിൽ താമസിച്ചാ? ഇപ്പൊ ബ്രോക്കറിന് അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കേറിയുള്ളു. ഇറങ്ങി എന്റെ വീട്ടിൽ നിന്ന്. ഇറങ്ങാനോ? അല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? അതെ, ഇത് ഞങ്ങളുടെ വീടാ. നിങ്ങളുടെ വീടാ? താക്കോൽ എന്റെ കയ്യിലാണല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ ഇതിന്റെ അകത്ത് കയറി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു പോലീസുകാരന്റെ അടുത്താണ് നിങ്ങൾ കള്ളം പറയണമെന്നുള്ള കാര്യം മറക്കരുത്. ഈ താക്കോലല്ലേ ഇവിടെ എല്ലാവരുടെ കയ്യിലുള്ളതാ. ആണല്ലേ? കാണിച്ചു തരാം, ഞാൻ അങ്ങനെ വിളിക്കാം. ഓ റേഞ്ച് ഇല്ലല്ലോ. എടാ തന്നിങ്ങാട് കൊണ്ടുവന്ന അതേ ബ്രോക്കറിനോട് ഞങ്ങളെ കൊണ്ടുവന്നേ. അങ്ങനെയാണെങ്കിലേ ഞാൻ അങ്ങനെ പോയി വിളിച്ചിട്ട് വരാം. ഇപ്പൊ എന്തായാലും കവനവരെ എത്തിയിട്ടുണ്ടാവില്ലല്ലോ. കള്ളത്തരം കാണിക്കണല്ലേ? വെയിറ്റ്. ഒരു പോലീസുകാരനോട് നിങ്ങൾ കളിക്കണമെന്നുള്ള കാര്യം മറക്കണ്ട. ഞാനിപ്പോ വിളിച്ചിട്ട് ഒരാളാ. എന്നിട്ട് നമുക്ക് കാണാം. എന്നിട്ട് കാണാം ആരാണ് വീടെന്നുള്ളത്. വെയിറ്റ്. എനിക്കിനി തെറ്റിപ്പോന്നാ. ഞാൻ വിളിച്ചിട്ട് പോരാ. സാറേ എന്നാ പോര്, അവിടുന്ന് പോകാൻ പറ്റില്ല. ഇതെന്താ ഇങ്ങനെ? എന്റെ പൊന്നു സാറേ, ഈ വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാൻ പറ്റില്ല. ഞാനൊക്കെ ഇപ്പൊ ഈ വീട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു 3 വർഷമായി. ഞാൻ 2 വർഷം. ഞാൻ 1.5 വർഷം. ഞാൻ 1 വർഷം. സാറേ ഞാനാ സീനിയർ, 4 വർഷം. അല്ല അപ്പൊ നമുക്ക് ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഒരിക്കലും. എന്റെ സാറേ, ഈ വീട് ഒരു ലൂപ്പ് പോലെയാ. ഗേറ്റിന്റെ പുറത്ത് കിടന്നാലും വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. വഴിയും കാണാം, വണ്ടികളും കാണാം. പക്ഷെ അവർക്കൊന്നും നമ്മളെ കാണാനും പറ്റില്ല, നമ്മൾ പറയുന്നത് കേൾക്കാനും പറ്റില്ല. അല്ല അപ്പൊ ഞാൻ പോയിട്ട് വന്നപ്പോ നിങ്ങളുടെ ഡ്രസ്സൊക്കെ എങ്ങനെ മാറിപ്പോയത്? ഈ ഗേറ്റിന് അപ്പുറത്ത് കിടന്ന തിരിച്ചു വരുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടാ. സാർ ബ്രോക്കറെ വിളിക്കാൻ പോയത് മിനിഞ്ഞാന്ന്. എന്നിട്ട് ഇന്നലെ തിരിച്ചു വന്നു. ഇന്നലെ അപ്പൊ തന്നെ തിരിച്ചു പോയി, ഇന്ന് തിരിച്ചു വന്നു. മനസ്സിലായ? അപ്പൊ ഇവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടി ഒരു വഴിയില്ലേ? 4 വർഷമായി ഞാൻ ശ്രമിക്കണ, നീ സാറ് ശ്രമിക്കേ. സാറ് ഓക്കെ അല്ലേ? അതെ, കേട്ടതിന് ഷോക്ക, മാറിക്കോളൂ. അല്ല നിങ്ങളപ്പോ ഈ ഭക്ഷണത്തിലൊക്കെ എന്താ ചെയ്യണേ? ഈ വീടിന്റെ പുറകിൽ ഒരു 10 ഉണ്ട്. അതിനകത്ത് ഇഷ്ടംമാതിരി അരിയുണ്ട്. അത് എടുക്കുന്നതോറും ഇങ്ങനെ പെരുകൊണ്ടേയിരിക്കും. പിന്നെ പറമ്പിൽ കയറി കഴിഞ്ഞാൽ ചക്ക, മാങ്ങ, തേങ്ങ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാം കിട്ടും. പിന്നെ ഈ പറമ്പിൽ ഒരു കുളമുണ്ട്, അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ മീനും ഉണ്ട്. പിന്നെ പറമ്പിൽ ഇടക്കിടക്ക് കോഴികളെ കാണാം, അതിനെ പിടിക്കുക, കൊല്ലുക, തിന്നുക. ഇതെന്താ വല്ല മാന്ത്രിക വീടുവാണിത്?
ഇറ്റ്സ് എ ലൂപ്പ് മാൻ. ഞങ്ങൾക്കിത് ശീലമായി, നീ സാറും കൂടി ശീലിക്ക്. സാറ് വന്നേ, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാ. കണക്ക് പ്രകാരം സാറ് കുളിച്ചിട്ട് 2 ദിവസമായി. ബാ ശരി നനക്കണ. അമ്മേ അമ്മേ